ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും നമ്മളുടെ എരിവിനനുസരിച്ചിട്ടുള്ള 3 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാൻഡ് ട്യൂണയാണ്. നിങ്ങൾക്ക് ക്യാൻഡ് ട്യൂണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ട്യൂണ മേടിച്ചിട്ടും ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞളും ഉപ്പും മുളകൊക്കെ ചേർത്ത് ഈ മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം അതൊന്ന് പിച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഒരിക്കലും ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിനായിട്ടും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാൻഡ് ട്യൂണയിലത്തെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഇതിൽ ബാക്കി വരുന്ന വെള്ളം നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചൂടായ ഓയിലിലോട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഈ ഓയിലിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ക്യാൻഡ് ട്യൂണ ആയതുകൊണ്ട് അതിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഈ വെളുത്തുള്ളിക്ക് ഇഞ്ചിക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഈ മീൻ ചേർത്തിട്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാം ഫ്ലേവർ ആ മീനിൽ പിടിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അധികം ഉടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ കയ്യിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ചിക്കിയെടുത്താൽ മതിയാവും. ഞാനിതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് തീ കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മിക്സായി കിട്ടിയതിന് ശേഷം ഇതിലത്തെ വെള്ളം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് വറ്റുന്നത് വരെ നമുക്ക് നല്ലോണം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ മീനിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അതുപോലെ നമുക്ക് കിഡ്സിന് ലഞ്ച് ബോക്സിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ റോളാക്കി തട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും താങ്ക്